ശിവായ ഓ നമ ശിവായ. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ത്രിപുരാന്തക ഭാവത്തിൽ നമ്മൾ ഇന്നലെ മഹാദേവനെ കണ്ടു, ത്രിപുരന്മാരെ വധിച്ചു. ഭഗവാൻ കോപം ശമിക്കാതെ കണ്ട് അപ്പോൾ എല്ലാവർക്കും പേടിയായി. എല്ലാവരും സ്തുതിക്കുന്നതായിട്ടുള്ളൊരു രംഗമാണ്. നമുക്ക് ആ രംഗത്തെ വായിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ജലന്ധരൻ എന്ന പേരായിട്ടുള്ളൊരു അസുരൻ മഹാദേവൻ്റെ തന്നെ വീര്യം കടലിലിട്ടപ്പോൾ അത് പുണ്യായിട്ട് വന്നു, ശിവസുതനായിട്ട്. പക്ഷെ അസുരനായി. പത്നിയായിട്ട് കിട്ടിയതോ കാലനേമിയുടെ സ്വതയായിട്ടുള്ള വൃന്ദ. അത് പാതിവ്രത്യ ശക്തി കൊണ്ട് ജലന്ധരൻ്റെ ശിവസുതനാണ്. ആ എല്ലാ മേന്മകളും ഉണ്ട്. കുറച്ചധികം ശുക്രാചാര്യർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ശുക്രാചാര്യയെ ബഹുമാനിച്ചത് കൊണ്ടും പൂജിച്ചത് കൊണ്ടും കുറച്ചധികം പ്രാധാന്യമുണ്ട്. ആ ഇഷ്ടം അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്തു. ആ ജലന്ധരനെ വധിക്കാൻ ആർക്കും സാധിക്കാത്തൊരവസ്ഥ വന്നു. പാതിവ്രത്യ ശക്തി അതിന് പിൻബലമായി. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കനുസരിച്ച് മഹാവിഷ്ണു തന്നെ വൃന്ദയെ ജലന്ധരൻ്റെ രൂപത്തിൽ ചെന്ന് പ്രാപിച്ച് ആ പാതിവ്രത്യം കളങ്കപ്പെടുത്തി. അതിനുശേഷം ജലന്ധരനെ വധിക്കുന്നതായിട്ടുള്ള രംഗം. മഹാവിഷ്ണുവിന് മഹാദേവൻ ജലത്തിൻ്റെ ഉള്ളിൽ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ഒരു ചക്രം വരച്ചു. അത് ഒരായുധമായി സുദർശചക്രം എന്ന പേരിൽ അറിയപ്പെട്ടു. അത് മഹാവിഷ്ണുവിന് കൊടുത്തു. മഹാവിഷ്ണു അത് സ്വീകരിച്ചു സുദർശനചക്രമായിട്ട്. ജലന്ധരനെ നേരിടാനുള്ള ആയുധമായിട്ട് ആ സുദർശനചക്രമാണ് ഭഗവാൻ സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള കഥകളാണ്, നമുക്കത് കേൾക്കാം. ഓം. എപ്പോൾ ഞങ്ങൾക്ക് ദുഃഖം വരുന്നുവോ അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷനാവണം. ദുഷ്ടത ദുസ്സംഗം ദുഷ്ചെയ്തി തീർത്തുടൻ ദാസരാം ഞങ്ങൾക്കു രക്ഷകനാവണം. അജ്ഞാനം തീർക്കണം, പേടി കളയണം, മൂന്നു പ്രവൃത്തിയും മംഗളമാക്കണം. ഭക്തരായി സേവനം സർവർക്കും ചെയ്യുവാൻ സാധിക്കണേ ശിവ പാർവതി പാഹിമാം. ഓം നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം. വ്യാസനോദി മുനെ ബ്രഹ്മാവിൻ പുത്രരെ ദേവകൾ പിന്നെന്തു ചെയ്തു ഋഷികളും. എങ്ങുപോയി മയൻ ദൈത്യൻ തൻ മുക്തിയും ശംഭു അവർക്ക് കൊടുത്ത ഗതീയതും. ഇപ്പോൾ ഈ ത്രിപുരാന്തകനെ വധിച്ച ത്രിപുരന്മാരെ വധിച്ചതായിട്ടുള്ള മഹാദേവൻ അപ്പോൾ ഉള്ള അസുരന്മാരെ മുഴുവനെ വധിച്ചു. പക്ഷെ അതിൽ ചില ഭക്തന്മാർ പുറത്തിയാടി, മയം തൊട്ടുള്ളവർ. അപ്പോൾ അവരുടെ ഗതി എന്തായി? മുക്തി കിട്ടിയതായിട്ടുള്ള അസുരന്മാരുടെ ഗതി എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതിനൊക്കെ ചുരുങ്ങിയതായിട്ടൊരു കഥയും പറയണം. ചൊല്ലണേ എന്നതു കേട്ടു സനകരും ചൊല്ലി ത്രിപുരദഹനാന്തര കഥ. ശുണ്ഠിയോടെ ഹരൻ കത്തിച്ചു മുപ്പുരം. കോപം ക്ഷയിക്കാഞ്ഞ് പേടിച്ചു ദേവകൾ. നാരിയെ നോക്കി സഹായത്തിനായി സുരർ. ദുർവാസ അഗസ്ത്യരും പേടിച്ചു സർവരും. ബ്രഹ്മാവും ഇന്ദ്രനും നോക്കി പരസ്പരം. ഭക്തർക്കധീനൻ പ്രസന്നനാവാൻ ക്ഷണം. പിന്നെ ഒരുമിച്ചു വാഴ്ത്തി മഹേശനെ മംഗളകാരിയെ കോപമടക്കുവാൻ. അപ്പോൾ ശിവനോദി സന്തുഷ്ടനായി ഞാൻ എന്തു വരം വേണം നൽകാം സുനിശ്ചയം എന്നു കേട്ടു സുരരോധി ഛടുതിയിൽ. എപ്പോൾ ഞങ്ങൾക്കു ദുഃഖം വരുന്നുവോ അപ്പോൾ അവിടുന്നു പ്രത്യക്ഷനാവണം. ദാസരാം ഞങ്ങൾക്കു രക്ഷ ചെയ്തിടണം. അപ്പോൾ ശിവനോദി സംഭവിക്കും തഥാ. പിന്നെ കൊടുത്തു വരങ്ങൾ നിരവധി. അപ്പോൾ മയനെത്തി വന്ദിച്ചു രുദ്രനെ. ദേവഗണങ്ങളെ ഒപ്പം സ്തുതിക്കയും കേട്ടു മയന്റെ സ്തുതി അതിവിസ്തൃതം. ചൊല്ലി ശിവൻ മയാ നൽകാം വരങ്ങളെ. അപ്പോൾ മയൻ ശിവഭക്തി വരം ദൃഢം. സത്സംഗവും ശുദ്ധജ്ഞാനവും നേടിനാൻ. ദീനരെ രക്ഷിക്കാൻ സാത്വികനാകുവാൻ. ദുഷ്ടസംഗം വിടാൻ പേടി മറയുവാൻ. ആസുരഭാവം കളയണേ ശങ്കര. നിത്യം ശിവപൂജ ചെയ്യാൻ കഴിയണേ. ചൊല്ലി ശിവൻ മയാ ശുദ്ധൻ നീ ധന്യനായി.
എൻ ഭക്തനാകൂ സുഖം നേടൂ സർവഥാ. പോകൂ വിതലത്തിൽ സ്വർഗത്തേക്കാൾ സുഖം വീട്ടുകാരൊത്തു ഭുജിക്കൂ നിരന്തരം. മഹാബലിയോട് മഹാവിഷ്ണു പറഞ്ഞ കൂട്ടത്തിലാണ് മയനോട് മഹാദേവൻ, അധോലോകത്തിലാണ്, പക്ഷെ രണ്ടാമത്തെ ലോകത്തിലാണ്, അവിടെ പോയിട്ട് അതലത്തിൽ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞത്. കുടുംബസമേതം അവിടെ രക്ഷിക്ഷേ സർവദോഹം ത്വാം സാനുഗം സ പരിച്ഛദം എന്ന് മഹാവിഷ്ണു മഹാബലിയോട് സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹിച്ചത്. ഇവിടെ ആസുരഭാവം കളഞ്ഞുകൊണ്ട് ഈ കുടുംബത്തോട് കൂടിയിട്ട് എൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞോളൂ എന്ന് മയനോട് മഹാദേവൻ പറയണം. വിതലത്തിലാണ്, അതലം വിതലം ഊരുക്കളാണ്. ഇപ്പോൾ സ്ഥാനം കൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും ലേശം താഴെയാണ്. ശിവന്റെ താഴെ എന്നുള്ള ധാരത്തിലാണ് വിതലം എന്ന് പറയാനുള്ള കാരണം. ചൊല്ലി ശിവന്മയാ ശുദ്ധൻ നീ ധന്യനായി എൻ ഭക്തനാകൂ സുഖം നേടൂ സർവഥാ. പോകൂ വിതലത്തിൽ സ്വർഗത്തേക്കാൾ സുഖം വീട്ടുകാരൊത്തു ഭുജിക്കൂ നിരന്തരം. ആസുരഭാവം കളഞ്ഞു മയാസുരൻ പത്നി സുതരൊത്തുവാണു സുരക്ഷിതർ. അപ്പോൾ മഹാദേവൻ ഗൗരിയും പുത്രരും നൽകി അനുഗ്രഹം. പിന്നെ മറഞ്ഞവർ ശംഭുവിനൊപ്പം രഥം സായകം ശരം. ഒക്കെ മറഞ്ഞപ്പോൾ വിഷ്ണു വിധീസുരർ കിന്നരർ അപ്സരസ് ഗന്ധർവർ നാഗരം തുഷ്ടരായി സ്വന്തധാമത്തിലെത്തി തഥാ. അപ്പം ഇങ്ങനെ ത്രിപുരാന്തക കഥ വിസ്തരിച്ചതിൻ്റെ ശേഷമാണ് സൂത ശൗനക സംവാദത്തിൽ വീണ്ടും ഇനിയും ശിവകഥ കേൾക്കണം എന്ന് പറയുമ്പോൾ ജലന്ധരൻ്റെ കഥ പറഞ്ഞു എന്ന പ്രകാരം സനകാദി മഹർഷിമാർ പറഞ്ഞതായിട്ടുള്ള കഥകളെ പറയാം. ചൊല്ലൂ ജലന്ധര മൃത്യു വിശേഷവും വിഷ്ണുവെ പോലും വശീകരിച്ച കഥ. പത്നി തൻ പാതിവ്രത്യത്തിൻ മഹത്വവും ചൊല്ലൂ സനകരെ രുദ്രകഥകളെ. വ്യാസന്റെ ചോദ്യത്തിനോതി സനകരും രുദ്രസ്മരണയോടെ മറ്റു ലീലകൾ. പണ്ട് ബൃഹസ്പതിക്കൊപ്പം ശതക്രതു രുദ്രനെ കാണുവാനെത്തി സഭക്തരായി. വ്യാസ സനക സംവാദമായിട്ടാണ് ഈ കഥ നമുക്ക് ഈ ഭാഗത്ത് കിട്ടണത്. ബൃഹസ്പതിയും വ്യാഴം ഗുരു ഒപ്പം മറ്റേ ഇന്ദ്രനും കൂടിയിട്ട് മഹാദേവനെ ഒന്ന് കാണാൻ ചെല്ലുന്ന സമയത്ത് വഴിക്ക് ഒരു വലിയ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് മഹാദേവൻ ഇന്ദ്രനെ പരീക്ഷിച്ചതാ. ഇന്ദ്രന് പക്ഷേ ആ പരീക്ഷ ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബൃഹസ്പതിക്ക് മനസ്സിലായി ഇന്ദ്രൻ ഭക്തനല്ലാത്തത് കൊണ്ട് ഈ ശിവനെ മനസ്സിലാക്കാൻ ഇന്ദ്രൻ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മഹാദേവന്റെ കാല് പിടിച്ച് ഗുരു പറഞ്ഞു, ഇന്ദ്രന് അതിനുള്ള കഴിവില്ല, അങ്ങ് അത് കൊടുത്തിട്ടില്ല, അത് അങ്ങേക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് ക്ഷമിച്ചുകൂടെ ചോദിച്ചു. എന്നാ ശരി, അത്രേ ഉള്ളൂ. ആ രംഗത്തേക്ക് നമുക്ക് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ. ഇന്ദ്രന്റെ ജ്ഞാനം അറിയുവാൻ ശങ്കരൻ നിന്നു വഴിയിൽ വലിയ ശരീരിയായി. നഗ്നൻ ജട കെട്ടി ഭീകരൻ ശുഭ്രനായി രക്തനേത്രൻ അതി തേജസ്വി ശാന്തനായി. ഇന്ദ്രനോദി അധികാരത്തിൽ ആരു നീ എന്തേ വഴി തടഞ്ഞിങ്ങനെ നിൽപ്പതും. ശംഭുവെ ഒട്ടും അറിയാതെ ചൊല്ലിയ ഇന്ദ്രന്റെ വാക്ക് വിഗണിച്ചു ശങ്കരൻ. ഇന്ദ്രൻ ശകാരിച്ചു കയ്യേന്തി വജ്രവും കൊല്ലാൻ തുനിയവേ സ്തംഭിച്ചു പോയി ഭുജം. ശങ്കര നേത്രത്തിൽ നിന്നും വമിച്ചു തീ കോപാകുലനായി ഇന്ദ്രനും പെട്ടുപോയി. ഇപ്പോൾ ഇന്ദ്രനോടുള്ള ശിവന്റെ ഈ ദേഷ്യം അതൊരു വല്ലാത്ത ഭാവമായിട്ട് വന്നു. ആ ഭാവത്തെ സ്വീകരിക്കാൻ ഭൂമിക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും സാധിക്കില്ല. അപ്പോൾ ആ ഇന്ദ്രനോടുള്ള ദേഷ്യം ഭഗവാനിൽ നിന്നും പുറത്തു വന്നതിനെയാണ് ഈ കടലിലേക്ക് ഇട്ടത് എന്ന് സാരം. അത് ആ ഉണ്ണിയാണ്, അതൊരു ജീവനായിട്ട് വന്നു. അതാണ് ജലന്ധരനായിട്ട് വന്നത്. വ്യാഴമറിഞ്ഞു ശിവനെ ഉടൻ ഗുരു പാദത്തിൽ വീണു നമിച്ചു വിനീതനായി. നന്നായി സ്തുതിച്ചു പിഴവു പൊറുക്കുവാൻ ലോകൈകനാഥന്റെ ലീല വാഴ്ത്തി മുതാം. ശംഭുവിൻ കാലിൽ നമസ്കരിക്കാൻ ഗുരു ചൊല്ലി നമിപ്പിച്ചു ശക്രനെ സാദരം. ഈശമഹാത്മ്യം പ്രപഞ്ച സത്യങ്ങളും ചൊല്ലി ഹരനോടു കേണു പുരന്തരൻ. ഇപ്പൊ നമുക്ക് ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ വേറെ ആൾ പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? നമ്മൾ സ്വയമേവ അത് ചെയ്യും. പക്ഷെ ഇവിടെ ഇന്ദ്രൻ ആ ജ്ഞാനം പോലും ഉണ്ടായിരുന്നില്ല.
എന്നിട്ട് മഹാദേവനെ നമസ്കരിക്കുമോ എന്ന് ബൃഹസ്പതി പറഞ്ഞപ്പോഴാണ് നമസ്കരിച്ചത്. നോക്കണേ, ഇതെന്താ ഇതിൻ്റെ കാരണം? ഇന്ദ്രിയ സുഖങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് ഇത് അർഹതപ്പെട്ടതാണ് എന്നൊരു അഭിമാനം നമുക്ക് വരും. അത് അഹങ്കാരമായിട്ട് മാറും. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഭാവം മറ്റുള്ളവർ എന്നേക്കാൾ താഴെയാണെന്ന് തോന്നുക. അപ്പോഴാണ് ഈ നമസ്കരിക്കാൻ തോന്നാകെ വരിക. ഇത് വിരാട് രൂപിയായിട്ടുള്ള ഭഗവാന്റെ മറ്റുള്ളവരാൽ ഏത് രൂപയിലും വേണ്ടില്ല, അവരിൽ നിന്ന് കിട്ടിയതാണ് ഇത്. ഇപ്പോൾ ആഹാരമാണിച്ചാൽ സസ്യജാലങ്ങളാണ് തരണത്, വായു ആണിച്ചാൽ വായുദേവൻ അന്തരീക്ഷമാണ് തരുന്നത്, ശുദ്ധജലം ഭൂമിയിൽ നിന്നാണ് ജലം കിട്ടുക കേട്ടോ. ഏതായാലും ആ ജലം കിട്ടാനുള്ളൊരു അർഹത ആകാശത്ത് നിന്നായാലും മഴവെള്ളമായാലും ജലം കിട്ടണമല്ലോ. വരുണനാണ് ഇത് തരുന്നത്, വരുണനായിരിക്കുന്ന മഹാദേവനാണ് ഇത് തരുന്നത് എന്ന് ധരിച്ചാലാണ് നമുക്ക് ആ രീതിയിൽ അതിനെ കാണാൻ സാധിക്കുള്ളൂ, നമസ്കരിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വിനയമാണ് അവിടെ വേണ്ടത്, നമ്മുടെ താഴ്മയാണ് വേണ്ടത്. എല്ലാവരേക്കാളും താഴെയാണ് ഞാനേ. ഈ ഒരു ധാരണ വന്നില്ല വെച്ചാൽ നമുക്ക് ഭക്തി കിട്ടില്ല. നമ്മളെല്ലാം എത്ര ചെറിയ ആളുടെ ആയാലും ശരി, അവരുടെ താഴെയാണ് ഞാൻ എന്ന് ധരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭക്തി കിട്ടില്ല. പിന്നെ നമ്മൾ കാണിക്കുന്ന ഭക്തിയൊക്കെ കപട ഭക്തിയാണ്. മഹാദേവൻ അതിനെ അംഗീകരിക്കില്ല. ഏറ്റവും ചെറിയ ആളുടെ അതിൻ്റെ താഴെ, ഏറ്റവും ചെറിയ താഴെ അങ്ങനെ നിൽക്കണം, അതേ മഹാദേവൻ സ്വീകരിക്കുള്ളൂ. ഇത് മനസ്സിലാക്കാതെ കണ്ടാണ് ഇന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ബൃഹസ്പതിക്ക് അത് മനസ്സിലായി. ഇന്ദ്ര നമസ്കരിക്കൂ മഹാദേവനെ എന്ന് പറഞ്ഞു. മൂന്നാം തൃക്കണ്ണിലെ അഗ്നി കെടുത്തവേ എന്ന് മൂന്നാം തൃക്കണ്ണിലെ അഗ്നി കെടുത്തണേ എന്ന് ഗുരുവാക്കു കേട്ടോതി ശങ്കരൻ. സർപ്പം ഉരിഞ്ഞ തൊലി എന്തു ചെയ്തിടും എന്നു കേട്ടപ്പോൾ ഭയന്നു പോയി ഇന്ദ്രനും. ഇപ്പോൾ ഞാനിതാ ശുണ്ഠി അടക്കിയിരിക്കണു. ഇപ്പം ഈ സർപ്പം തൊലി ഉരിയ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് സാധാരണ എവിടെ ചോദിച്ചാൽ അവിടെ കിടക്കും, അത്രേ മതിയുള്ളൂ. നമ്മൾ കിണറിൻ്റെ ഈ ഇതിലൊക്കെ കാണാറുണ്ട്, വക്കിനൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെടുത്ത് കളയാറുണ്ട്. ചിലപ്പോൾ ആദ്യം എടുക്കാച്ചാൽ പൊട്ടാണ്ട് കിട്ടും, കുറേ ദ്രവിച്ച് കഴിഞ്ഞാൽ പൊട്ടും അത്. ഇപ്പോൾ വലിയ വിഷമമാണ്, മനോവിഷമമാണ് നമുക്കൊക്കെ. നമ്മളത് ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ വലയിട്ട് മൂടിയിട്ട് അപ്പോൾ ശ്രദ്ധിക്കില്ല, എന്നും കിണറ്റിലേക്ക് നോക്കാറില്ല. അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല, അത് വേറെ വിഷയം. എന്നാലും ഇതും പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അതാണ് ഈ സമുദ്രത്തിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു. ഭക്തരെ രക്ഷിക്കും ശങ്കര ശുണ്ഠിയെ മറ്റൊരു ദിക്കിലായി നിക്ഷേപം ചെയ്യണേ. ഇന്ദ്രന്റെ രക്ഷയെ ചെയ്യാൻ ബൃഹസ്പതി കാര്യം പറഞ്ഞു സ്തുതിച്ചപ്പോൾ ശ്രീ ശിവൻ. ഇന്ദ്രന്റെ തെറ്റു ക്ഷമിച്ചു കോപാഗ്നിയെ ഉപ്പൂക്കടലിലെറിഞ്ഞു ദയാനിധി. ആശ്വാസമായി ഇരുവർക്കും യഥാവിധി കിട്ടേണ്ടതു കിട്ടി രുദ്രനെ കാൺകയാൽ. വ്യാസനോദി ശിവ നെറ്റിയിൽ ജാതനാം അഗ്നിക്കടലിൽ വീണെന്തുണ്ടായി ചൊല്ലണേ. ചൊല്ലി സനകർ ശിവലീലാത്ഭുതം ഉപ്പൂക്കടലിൽ അതു ബാലനായതും. അപ്പോൾ വ്യാസൻ ചോദിക്കുകയാണ് സനകാദി മഹർഷിമാരോട്, ഗുരു എന്താ ഉണ്ടായത്? ഈ ഉണ്ണി മഹാ തേജസ്സാണ്. ശിവന്റെ ഈ കോപത്തിന്, തേജസ്സിന് കടലിനെ വറ്റിക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചുവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മഹാദേവൻ ആ ശക്തിയെ അതിൽ നിന്നും പിൻവലിച്ചിട്ടാണ് ഈ തേജസ്സിനെ മൊത്തം കടലിലേക്ക് ഇട്ടത്. ആ തേജസ്സിന് ശക്തിയുണ്ട്. ഈ മഹാദേവൻ്റെതായിട്ടുള്ള ഈ അത്യുജ്വലമായിട്ടുള്ള ഈ ശക്തി, കടലിനെ വറ്റിക്കാനുള്ള ശക്തി, അത് ഭഗവാൻ പിൻവലിച്ചു. അതിന് ശേഷമാണ് അത് കടലിലേക്ക് ഇട്ടത്. വ്യാസനോദി ശിവ നെറ്റിയിൽ ജാതനാം അഗ്നി കടലിൽ വീണെന്തുണ്ടായി ചൊല്ലണേ. ചൊല്ലി സനകർ ശിവലീലാത്ഭുതം ഉപ്പൂക്കടലിൽ അതു ബാലനായതും. സിന്ധുഗംഗാ സ്ഥാനം തന്നിൽ പിറന്നൊരു ബാലൻ കരഞ്ഞു ഉറക്കെ സഗൗരവം. ലോകം നടുങ്ങി വിറച്ചു ധര കടൽ ക്ഷോഭിച്ചു കാറ്റുണ്ടായി ക്ഷോഭം ജഗത്തിനും. ലോകപാലർ വിധിയോടോതി സങ്കടം പിന്നെ സ്തുതിച്ചോതി കാരണമോതുവാൻ. എങ്ങു നിന്നീ ധ്വനി എന്നറിയാൻ വിധി എത്തി കടലിൽ തിരിഞ്ഞു അതിൻ കാരണം. സിന്ധു മടിത്തട്ടിൽ കണ്ടൊരു ബാലനെ അപ്പോൾ വരുണൻ വണങ്ങി വിരിഞ്ചനെ. കുട്ടിയെ കണ്ടു അപ്പോൾ ഓതി വിധി, കുട്ടിയെ കാണിച്ചു അപ്പോൾ ഓതി വിധി. ആരുടെ കുഞ്ഞിത് ഉത്ഭവം ചൊല്ലുവാൻ.
ചൊല്ലി വരുണൻ ഇവരുടെ ജാതകർമ്മം പിന്നെ പേരിടൽ എന്നിവ ചെയ്യണമെന്നു പറയവേ ബ്രഹ്മാവിൻ കണ്ഠം മുറുക്കി ശിശു കേണു പത്മജൻ. പാശിയോടോതി ഇവനുടെ സൽക്കഥ ചൊല്ലാം ഇവൻ ശിവപുത്രൻ ജലന്ധരൻ. വേഗം വലുതാവും ശാസ്ത്രജ്ഞനാണിവൻ യുദ്ധവീരൻ മദൻ തുല്യൻ ഗുഹനിവൻ. ഇപ്പോൾ സുബ്രഹ്മണ്യ സമൻ ആയിട്ടുള്ള ശിവാംശമായിട്ടുള്ള ഇവൻ അസുരയോനിയിലാണ് വന്നത്. ജലന്ധരൻ എന്നാണ് പേര്. ഇനി ഇടാൻ പോവുകയാണ്. അപ്പോൾ ബ്രഹ്മാവിനും ഈ വരുണനും സത്യം പറഞ്ഞാൽ ഈ ശിവതേജസ്സിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സാരം. എന്നാലും ബ്രഹ്മാവ് ത്രിമൂർത്തികളായതുകൊണ്ട് സഹിച്ചു. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം പറയാനും സാധിച്ചു. എന്നും ജയിക്കും ധനീകനാവും മഹാൻ ദൈത്യർക്കുരാജനായി തോൽപ്പിക്കും വിഷ്ണുവേ. പത്നി പതിവ്രത ഭാഗ്യവതി സതി ദൈത്യരാജപതി സംരക്ഷയായിടും. അതാണ് ത്രിമൂർത്തികളെ പോലും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. മഹാദേവന്റെ അംശമായതുകൊണ്ട് മഹാദേവനെ തോൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യണോ എന്ന് സാരം. അതാണ്. ഒപ്പം ഈ പാതിവ്രത്യ പിൻബലം അതാണ്. ശുക്രനോടോതി വിധി വേഗം ബാലനെ ദൈത്യപതിയായി വാഴിച്ചു വേണ്ടപ്പോൾ ബ്രഹ്മാവ് പോയി ജലന്ധരൻ പാശിയും ചെന്നു കടലിനടിയിൽ സുരക്ഷിതർ. നന്നായി വളർത്തി യുവാവാക്കി പത്നിയായി വേൾപ്പിച്ചു കാലനേമി സുതവൃന്ദയെ. ദൈത്യപതിയായി ബലവാനെ കിട്ടവേ എത്തി അധോലോക ദൈത്യർ പരാശ്രിതർ. പിന്നീട് നന്നായി ഭരിച്ചു ജലന്ധരൻ ദൈത്യർ മഹാശക്തരായി വിധിവശാൽ. വന്നു ഒരിക്കൽ ഗുരു ശുക്രൻ രാജനെ കാണുവാൻ അപ്പോൾ നമിച്ചോതി രാഹുവും. ഒരു തവണ ഈ രാഹു ഇവിടെ വരികയാണ് ജലന്ധരനെ കാണാനായിട്ട്. ഇവരൊക്കെ ദേവവിരോധികളാണ്. ദേവദ്വിഡ് ആയിട്ടുള്ള സംഘങ്ങളൊക്കെ ഈ ജലന്ധരൻ്റെ മേന്മ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, എന്നാലും തപസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ. എങ്ങനെയായാലും വളരെയധികം വിഷമമാണ് ഈ ജലന്ധരനെ വധിക്കാൻ എന്നുള്ളത്. എല്ലാ ദേവന്മാർക്കും നല്ലോണം മനസ്സിലായി എന്ന് സാരം. എന്നാലോ ഈ ശിവാംശം ആസുര സംഘങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ മഹാഭക്തനായിട്ടാണ് വരിക. ഈ രാഹു തൊട്ടുള്ള മറ്റ് ചീത്തകളൊക്കെ ദുഷ്ടസംഘങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരൊക്കെ അവരുടേതായിട്ടുള്ള ദേവന്മാരാൽ ഇവർ വഞ്ചിക്കപ്പെട്ടതായിട്ടുള്ള കഥകളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദേവന്മാർ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദ്രോഹങ്ങൾ ജലന്ധരൻ്റെ ബന്ധുക്കളെയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതൊക്കെ വിദ്വേഷവും അതേപോലെ തന്നെ അതായത് ഈ പകയായിട്ട് മാറി. അപ്പോൾ ആ പക എന്താണ്ടാവുക, ഏറ്റവും ശക്തിമാനാവുക, ഏറ്റവും വരബലം ഉണ്ടാവുക, പാരമ്പര്യം ശിവൻ്റെ സുതനായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രകൃതിക്കും അതേപോലെ സജ്ജനങ്ങൾക്കും ഒക്കെ വിരോധമായിട്ട് വന്നു കഴിഞ്ഞു. ദേവന്മാർക്കും വിരോധമായി. അപ്പോൾ സാത്വികത നശിക്കും, ദേവന്മാർ നശിക്കും, ദേവലോകം കീഴടക്കി ഭരിക്കാൻ തുടങ്ങി. ചെറിയ ഭരണമല്ല, സാമാന്യം നല്ല രീതിയിലുള്ള ഭരണ, സഹിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. അതാണ്. ദുഃഖിതൻ രാഹുവോട് ആരാഞ്ഞു കാരണം രാജൻ ജലന്ധരൻ ക്രുദ്ധൻ ശിവസുതൻ. രാഹുവോതി പണ്ട ഇന്ദ്രന്റെ സങ്കടം തീർക്കാൻ സുരാസുരർ ചേർന്നു പാലാഴിയെ. ഔഷധിയിട്ടു കടഞ്ഞപ്പോൾ കിട്ടിയ ദിവ്യാമൃത് കുടിക്കാനായി തുടങ്ങവേ കട്ടെടുത്തു വിഷ്ണു മോഹിനി വേഷനായി അന്നിൻ തലയെ മുറിച്ചു ജനാർദ്ദനൻ. ഇപ്പോൾ രാഹു കേതു രണ്ടായിട്ട് മാറാണ് ഉണ്ടായത്. സ്വർഭാനു എന്നൊരു അസുരനാണ്. ആ സ്വർഭാനു ആണ് ഈ അമൃത് എല്ലാവർക്കും കൂടിയിട്ട് മോഹിനി കൊടുക്കുന്ന സമയത്ത് സൂര്യചന്ദ്രന്മാരുടെ നടുക്ക് ചെന്നങ്ങോട്ടിരുന്നു. അപ്പോൾ അമൃതാണ്ട് ഒളമ്പലും കഴിഞ്ഞു. ഒളമ്പിയ വഴിക്ക് കുടുക്കുറുത്ത് അങ്ങനെയൊക്കെ വേണേ അതൊന്നും ചെയ്യാതെ കണ്ട് വേഗം വാരി കഴിച്ചു ഈ സ്വർഭാനു. അപ്പോൾ അമൃത് ഉള്ളിൽപ്പെട്ടപ്പോൾ മരണമില്ല. അതേ സമയത്ത് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു, സുദർശന ചക്രം കൊണ്ട് ഈ സ്വർഭാനുവിൻ്റെ തല അറുത്തു. തലഭാഗം രാഹുവായിട്ട് ഒന്നായിട്ടും സുദർശന ചക്രം ഒരു പൽചക്രാണല്ലോ, അത് ശരീരഭാഗങ്ങളെ 100 കണക്കിന് കഷ്ണങ്ങളായിട്ട് മാറി. അങ്ങനെ കേതുക്കൾ 100 എന്ന് വെച്ചു. 100 എത്രയോ വെച്ചാൽ അത്ര, അതിന് സംഖ്യയില്ല. അങ്ങനെ രാഹുവും കേതുക്കളും ആയിട്ട് മാറി.
അമൃത് കഴിച്ചതുകൊണ്ട്, അതിന് മരണമില്ലാത്തതുകൊണ്ട്, നക്ഷത്ര പദവി കൊടുത്തുകൊണ്ട് ഈ മഹാദേവൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടെ അമ്മ അനുഗ്രഹിച്ചു, മറ്റത് വിഷ്ണു അനുഗ്രഹിച്ചു, ഇവിടെ ശിവൻ അനുഗ്രഹിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ രാഹു കേതുക്കൾ, ഇത് രാഹുവിനാണ് എപ്പോഴും ശക്തി കൂടുക. കാരണം തല ഒന്നായിട്ടിരിക്കുക. അതുകൊണ്ട് അപ്പോൾ തൻ്റെ ഈ ഇങ്ങനെ മറ്റേ തന്നെ ദ്രോഹിച്ചതായിട്ടുള്ള ഈ അവസ്ഥ പറഞ്ഞു. അത് കേട്ടു ജലന്ധരൻ. വിഷ്ണുവോടപ്പോൾ ജലന്ധര ചിന്തകൾ ദ്വേഷമായി സിന്ധു കടഞ്ഞ സുരരോടും അച്ഛനെ ദ്രോഹിച്ചു കട്ടു അമൃതിനെ രത്നം രമ പാരിജാതം ഐരാവതം ജോലി ചെയ്താൽ കൂലി നൽകാതെ ഹിംസയും ചെയ്തു ഹരിപക്ഷഭേദം അനീതിയായി ഖസ്മരൻ എന്നൊരു ദൂതനെ വിട്ടുടൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു ജലന്ധരൻ. അപ്പോൾ തൻ്റെ ഈ വിദ്വേഷം എന്തുണ്ടായത്, തൻ്റെ കീഴിലുള്ള ഒരാളെ, ഒരു ശിഷ്യനെ വിട്ടു ദൂതനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. യുദ്ധത്തിൽ ചത്തുള്ള അസൂരരെയൊക്കെയും ജീവനേകി ശുക്രൻ ഔഷധം കൊണ്ടുടൻ ദേവകൾ ദ്രോണഗിരിയിലെ ഔഷധം കൊണ്ടും പുതുജീവൻ നേടി മരിച്ചവർ. യുദ്ധം തുടങ്ങി. രണ്ട് കൂട്ടരും, അതായത് ഭൂമിയിൽ വെച്ച് എന്നുള്ള രീതിയിലാണ് സ്വതേ യുദ്ധം വരുന്നത്. ഭൂമിയിൽ വെച്ചിട്ട് വെച്ചാൽ അങ്ങനെയാണ്, അതിൻ്റെ ഒരു സന്ദർഭം അങ്ങനെയാണ്. അപ്പോൾ പാലാഴിക്ക് അടുത്തുള്ള ഈ ദ്രോണഗിരിയുണ്ട്. ആ ദ്രോണഗിരിയിലാണ് മൃതസഞ്ജീവനിയൊക്കെ ഉള്ള ആ മരുത്താമല. അതിൽ ധാരാളം മൃതസഞ്ജീവനി ഉണ്ടായതുകൊണ്ട് ദേവന്മാരെയൊക്കെ ആ രീതിയിൽ ജീവിപ്പിച്ചു എന്നാണ്. ആ മൃതസഞ്ജീവനിയും മറ്റേ ജലം കൊണ്ട് അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് ഈ ശുക്രാചാര്യർ അസുരന്മാരെയും ജീവിപ്പിച്ചു. ജലന്ധരൻ ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ മരുത്താമല എടുത്തിട്ട് കടലിട്ടു. അപ്പോൾ ദേവന്മാർക്ക് ജയം ഇല്ലാതെ ഉണ്ടായി. അപ്പോൾ ദേവന്മാർ തോറ്റു. അപ്പോൾ ജലന്ധരൻ ദ്രോണാദ്രി കട്ടുടൻ സിന്ധുവിലിട്ടപ്പോൾ പെട്ടുപോയി ഗുരു. തോറ്റോടി ദേവകൾ എത്തി ജലന്ധരൻ സ്വർഗം ഭരിച്ചു സുഖിച്ചു അസൂരരും വിഷ്ണുവെ കണ്ടു സ്തുതിച്ചു സുരർത്തത വിഷ്ണുവും ചെയ്തു ജലന്ധരനോടുപോർ. ഹരേ അപ്പോൾ രമയോധി സോദര ഹിംസയെ ചെയ്യരുത് ശിവപുത്രനാണ് ഹരേ. നോക്കണേ, മഹാവിഷ്ണു യുദ്ധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് തന്നെയാണ് ജലന്ധരൻ്റെ മരണം വരിക. അത് ലക്ഷ്മിക്കും മനസ്സിലായി. പക്ഷെ അവിടെ സഹോദര സ്നേഹം വന്നു എന്നാ. ശിവന്റെ പുത്രനാണ്, അങ്ങ് ശിവനും ഒന്നാണ്. ശിവന്റെ പുത്രനെ അങ്ങായിട്ട് വധിക്കണ്ട ഇപ്പോൾ എന്ന് ലക്ഷ്മി പറഞ്ഞു. അതിനൊരു ഉപായം പറഞ്ഞു കൊടുത്തു. എന്താ ഉപായം പറഞ്ഞു കൊടുത്തത്? സാത്വികനാക്കാൻ ഈ ചാണകം ചാരിയ ചാണകത്തിന് മണം, ചന്ദനം ചാരിയ ചന്ദനത്തിന് മണല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ചന്ദനം എന്നുള്ള രീതിയിൽ സാത്വിക ഭാവം നമുക്ക് കൊടുക്കാം. ശിവന്റെ പുത്രനായതുകൊണ്ട് സാത്വികനായിട്ട് വളർന്നു വെച്ചാൽ അത് ലോകത്തിനും നല്ലതാ. അത് ശരിയാന്ന് വിഷ്ണുവിനും തോന്നി. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു? അതിഥിയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ പ്രപഞ്ചത്തെ ഭരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി. ആ ഭരണം നേരെയായി. എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് കിട്ടി. പക്ഷെ ദേവന്മാർക്ക് ശത്രു ആയതുകൊണ്ടേ ദേവന്മാർക്ക് കിട്ടില്ല, കുറയല്ല, ഇല്ല. അതും പ്രശ്നമായി. അപ്പോൾ വീണ്ടും പരാതിയായി എന്ന് സാരം. ലക്ഷ്മി വിധി ശിവൻ ചൊല്ലിയ കാരണം യുദ്ധത്തിൽ കൊന്നില്ല ദൈത്യർക്കു നാഥനെ. നീണ്ടുനിന്നു യുദ്ധമേറെ സംവത്സരം. വിഷ്ണു ചിന്തിച്ചു വരം നൽകി നിർത്തുവാൻ. ബുദ്ധിമാൻ വേഗം അതിഥിയാക്കി സുധി പാർപ്പിച്ചു വീട്ടിൽ ജലന്ധരൻ ലക്ഷ്മിയെ. വിഷ്ണുവിനൊപ്പം പരിവാരമൊക്കെയും പാർക്കവേ നേടി നിധി രത്നം സർവ്വതും. നന്നായി ഭരണം നടത്തി ജലന്ധരൻ പത്നി പതിവ്രത കാലനേമി സുത സാത്വികനാക്കി നൃപനെ യഥാവിധി. അപ്പോൾ സുരർക്കു നിരാശയും വന്നുപോയി. തോൽപ്പിക്കുവാൻ വഴി കാണാതെ ദേവകൾ കൈലാസമെത്തി അറിയിച്ചു സങ്കടം. വിഷ്ണു ജലന്ധര സേവിതനായി പ്രഭോ ദേവദേവേശ അഭയം തരേണമേ. ഇങ്ങനെ കാലം കഴിയവേ നാരദൻ ചെന്നു ജലന്ധര രാജ്യസഭയിലായി. ഏറെ പുകഴ്ത്തി പറഞ്ഞു പോരായ്മകൾ കൈലാസരത്നവും എത്തിക്കണം പ്രഭോ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുണ്യം ഇങ്ങനെ തീർന്നു വരികയാണേ, അങ്ങനെയുണ്ട്. അപ്പോൾ നാരദൻ ജലന്ധരൻ്റെ സഭയിൽ വന്നിട്ട് പറഞ്ഞു, ഒക്കെ ദേവപ്രേരിതാണ്, അങ്ങ് ബാക്കി എല്ലാ കാര്യങ്ങളും സ്വന്താക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ രത്നങ്ങളും സ്വന്താക്കിയ അങ്ങയ്ക്ക് ഈ കൈലാസത്തിലെ രത്നങ്ങൾ എന്തുകൊണ്ട് സ്വന്താക്കാൻ സാധിക്കുന്നില്ല? അത് അങ്ങയുടെ ഒരു പോരായ്മയല്ലേ
എന്ന് വീര്യത്തെ ചോദ്യം ചെയ്തപ്പോൾ ആ മഹാദേവനെ പോലും കുറച്ചൊരു തൃണവൽ ഗണിക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പുല്ല് പോലെ കണക്കാക്കുക, അങ്ങനെ ചെയ്തു എന്നാ. പിന്നെ നാശം തുടങ്ങി. അതാണ് ഇപ്പം ഏഷണിക്കാരെന്ന് പറയാനുള്ള കാരണം. അതാ ഇവിടെ സാത്വികത നിലനിർത്തുക എന്നുള്ളത് നാരദനെ കൊണ്ട് എല്ലാ ദേവന്മാരും ചെയ്യിക്കുകയാണ്. നാരദൻ ബുദ്ധിയാണ്, ലോകഹിതം ആണ്. ലോകഹിതമേ നാരദൻ പ്രവർത്തിക്കൂ. അവിടെ ജലന്ധരനോട് ഈ പറഞ്ഞത് ജലന്ധരൻ സാത്വികമായിട്ടാണ് സ്വീകരിച്ചത് എങ്കിൽ ആ മഹാദേവന്റെ പ്രീതിയെ ഭജനം കൊണ്ട് സമ്പാദിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് പാർവതിയെ ചെന്നിട്ട് ഭാര്യയാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുക. ഇത്രേ വ്യത്യാസമുള്ളൂ. നാരദൻ പറഞ്ഞത് സാത്വികമാണ്, അതിനെ ആ രീതിയിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് ശിവപാർവതിമാർക്ക് പൂജ എന്തൊക്കെയാ ചെയ്തു വെച്ചാൽ പ്രീതി സമ്പാദിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ഇതേ അവസരത്തിൽ തന്നെ ഇതേപോലെ തന്നെ മൂന്ന് ലോകവും ഭരിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത് താമസിക്കാം ശിവഭക്തനായിക്കൊണ്ട്. വലിയ ഭാഗ്യമല്ലേ? എത്ര കാലം ജീവിക്കാം സുഖമായിട്ട്, എത്ര ആയുസ്സുള്ള വെച്ചാൽ അത്ര കാലം ജീവിക്കാം. അതിനാണ് നാരദ പറഞ്ഞു കൊടുത്തത്. പക്ഷെ കേട്ടതോ? അതാണ് പാഖണ്ഡ്, അതാണ് വക്രബുദ്ധി. അപ്പം ഈ ബുദ്ധി മാറൽ, ബുദ്ധിയുടെ ഈ ഒരു പരിവർത്തനം, ഇത് നമ്മെ അധപ്പതിപ്പിക്കും. ഈ അധപ്പതിപ്പിക്കൽ ഒഴിവാക്കാനാണ് യഥാർത്ഥത്തിലുള്ള ഭജനം. ഭജനം എങ്ങനെ വേണം? ഒരു ഗുരു പറഞ്ഞു തന്നിട്ട് വേണം ഭജിക്കാമെന്നാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മീത എന്ന് കണക്കാക്കാറുള്ളൂ. ഗുരു മീതയാണ്, പക്ഷെ നമ്മൾ താഴണേ. നമ്മൾ ആരുടെയൊക്കെ താഴണം? ഈ ഗുരുവിൻ്റെ മാത്രം താണാ പോരാ. എല്ലാവരിലും ഗുരുത്വമുണ്ട്. എല്ലാവരേക്കാളും താഴെയാവണം, അപ്പോഴേ നമുക്ക് ഗുരുത്വം കിട്ടുള്ളൂ. ഒരു ഗുരുവിൻ്റെ മാത്രം താഴെ നിന്നു ബാക്കിയുള്ള എല്ലാവരിലും ഉണ്ട് ഈ ഗുരുത്തെ. അവരെയൊക്കെ മീത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമേ കിട്ടൂ, ബാക്കിയുള്ളവരൊക്കെ ശാപം കിട്ടുക. ഈ ബാക്കിയുള്ളവരൊക്കെ ശാപം കിട്ടുകൊണ്ടാണ് നമ്മുടെ ഗതി അധോഗതി ആവണത്. എല്ലാവരുടെയും താഴെ നിന്നിട്ട് എല്ലാവരിൽ നിന്നുള്ള ഗുരുത്വത്തെ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ വിഗണിക്കരുത്, അവഹേളിക്കരുത്, നിന്ദിക്കരുത്, ഒന്നും ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കരുത്. അതാണ് ഈ ദ്രോഹം ചെയ്യലാണ്, അവഗണിക്കലാണ് നമുക്ക് വരുന്നതായിട്ടുള്ള ഹേളനമാണ് പാപമായിട്ടും ശാപമായിട്ടും വരുന്നത്. ആ പാപത്തെയും ശാപത്തെയും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇവിടെ നാരദൻ അതേ പറഞ്ഞു കൊടുത്തുള്ളൂ. അത് സ്വീകരിക്കാനുള്ള ബുദ്ധി വേണമെങ്കിൽ എന്ത് വേണം? ഈ വിനയ ശുശ്രൂഷാഭാവം വേണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. അതാണ് എന്താ ഭക്തി എന്നുള്ളത് വളരെ എളുപ്പമാണ്. പ്രഹ്ലാദൻ പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാനെ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ കാരണം? ഏറ്റവും താഴെ നിൽക്കുക മാത്രമേ വേണ്ടൂന്നാ. ചെയ്യുന്ന കർമ്മവും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളും ഭഗവാന് സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ. കുട്ടികളെ, നിങ്ങൾ ഈ ആസുരഭാവം ഉപേക്ഷിക്കൂ. ഞാൻ ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്തോളൂ. ഞാൻ ചെയ്യുന്ന മുഴുവൻ നാരദൻ പറഞ്ഞതാ. അപ്പോൾ എപ്പോഴാണ് നാരദൻ വന്ന്? നാരദൻ ഗർഭത്തിലാണ്. ഞാൻ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നാരദൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം ഞാനാ കേട്ടത്, അമ്മയല്ല കേട്ടത്. അപ്പോൾ ഈ കുട്ടികൾ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഭാഗവതവും ഈ ശിവപുരാണവും ദേവി ഭാഗവതവും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാ പുരാണങ്ങളും കേൾപ്പിച്ചു കൊടുക്കണം. ഭാരതായാലും രാമായണായാലും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കണം, ഗീതയായാലും. അങ്ങനെ കേൾപ്പിച്ചാലോ ആ കുട്ടികൾ നന്നാവാതിരിക്കില്ല. ആ കുട്ടികൾക്ക് അപ്പോൾ ഈ പുറമേക്ക് ശരീരമല്ലേ, അത് മാത്രമേ ഉള്ളിലുണ്ടേ. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഭഗവാൻ അത് കൊടുക്കും. അപ്പം ഗർഭിണികൾക്ക് ഇത് കേൾപ്പിച്ച് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പം ഇവിടെ എന്താ ഉണ്ടായത്? ശിവൻ ഇന്ദ്രനോട് കോപിച്ച സമയത്താണ് ഈ ബീജം. അപ്പം എന്താ ഉണ്ടാവുക? ഈ ക്രോധല്ലേ ഭാവമായിട്ടുണ്ടാവുക, അത് പുറത്തേക്ക് വരും. നാരദൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്രോധഭാവമാണ് പുറത്തേക്ക് വന്നത്. അതാണ് ഇനി കാണാൻ പോണത്. ശംഭുവേ സേവിക്കും സ്ത്രീരത്ന വൻപട ഇങ്ങെത്തണം തവ അന്തപുരമിതിൽ. ഇങ്ങനെ മോഹത്തിലാഴ്ത്തി മഹാമുനി പോയപ്പോൾ യുദ്ധം നടത്തി ജലന്ധരൻ. ആരോട്? മഹാദേവനോടെ. അത് ഭക്തി പൂജ രീതിയിലാണ് ഈ യുദ്ധം നടത്തിയത് വെച്ചാൽ, ഇതേ പാർവതിമാരും തോഴിമാരും ശിവനെ എങ്ങനെയാണോ സേവിക്കുന്നത് അതേപോലെ തൻ്റെ പുത്രൻ എന്ന കണക്കാക്കിക്കൊണ്ട് ജലന്ധരനെയും ഈ അസുരന്മാരെ സേവിക്കേ. അതാണ് ദേവകൾ കൊട്ടും ജയിക്കാൻ കഴിയാതെ പേടിച്ചു വിഷ്ണുവെ ഓർത്തു ശതക്രതു
ഗൗരി ഹരിയെ സ്മരിച്ചു ഗൗരി ഹരിയെ സ്മരിച്ചു വന്നു ഹരി ഓതി കൊടുത്തു ഉപായം ജയിക്കുവാൻ. അപ്പോൾ മഹാവിഷ്ണുവിനാണ് പാലകൻ എന്ന ആ അർത്ഥത്തിൽ മഹാദേവൻ പോലും പരിഗണിക്കാറ്. അപ്പം അതുകൊണ്ട് മഹാദേവൻ വിഷ്ണുവിനോട് പറയാണ്, ഈ രംഗത്തെ ശാന്തമാക്കി തീർക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ, വേണ്ടത് ചെയ്തോളൂ. അപ്പം ആദ്യമേ തന്നെ ഇവിടെ പ്രശ്നം ജലന്ധരന്റെ പിൻബലമാണ്. ആ പിൻബലം വൃന്ദയുടെ പാതിവ്രത്യാണ്. ആ വൃന്ദയുടെ പാതിവ്രത്യത്തെ ഹരിച്ചോളൂ എന്ന കാര്യം നടക്കും എന്ന് സൂചന കൊടുത്തു. വൃന്ദതൻ ചാരിത്രം കാക്കണം ശ്രീഹരെ, വൃന്ദതൻ ചാരിത്രം കാക്കണം ശ്രീഹരെ, പാതിവ്രത്യ ശക്തി ഇല്ലാതെയാക്കണം, മായ കാട്ടി ഭവാൻ ഭംഗം വരുത്തണം, പാർവതി ചൊല്ലവേ പാലകൻ യാത്രയായി. പാർവതി പോലും അതിനെ അനുകൂലിച്ചു. സാധാരണ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ അങ്ങനെ പറയില്ല. പക്ഷെ ഇവിടെ പാർവതിയെയാണ് ഈ ജലന്ധരൻ ആഗ്രഹിച്ചതേ. അപ്പോൾ വലിയ തെറ്റായില്ലേ? അപ്പം ആ തെറ്റിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ. ചെന്നു ജലന്ധര വേഷത്തിൽ ശ്രീഹരി വൃന്ദയെ പൂണ്ടു മടങ്ങി കൃതാർത്ഥനായി, പാതിവ്രത്യ ശക്തി ചോരവേ ശ്രീ ശിവൻ കൊന്നു ജലന്ധര ദൈത്യേശനെ ജവാൽ. ഇതേപോലെ തന്നെ ഈ സുദാമാവ് ഒരു ശംഖചൂടനായിട്ട് വന്നപ്പോൾ തുളസി ദേവി അന്ന് ഈ വൃന്ദ തന്നെയാണ്. ആ വൃന്ദ ഈ തുളസി ദേവിയുടെ അവതാരമാണ്. അപ്പോൾ ആ തുളസി ദേവിയെ ഇതുപോലെ ശംഖചൂടനായിട്ട് ചെന്നിട്ട് പാതിവ്രത്യം കവർന്നു. ഒരു കവചം ഉണ്ടായിരുന്നു, ആ കവചവും കവർന്നു. എന്നിട്ടാണ് ഈ ശംഖചൂടനെ മഹാദേവൻ അന്ന് വധിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ സന്ദർഭം. യുദ്ധം ജയിച്ചു സുരർ ശിവവൈഭവാത്, യുദ്ധം ജയിച്ചു സുരർ ശിവവൈഭവാത്, വിഷ്ണുമായ കൊണ്ടും ഗൗരി കൃപയോടും വൃന്ദ ഹരിയെ ശപിച്ചുടൻ അഗ്നിയിൽ ദേഹമുപേക്ഷിച്ചു ഭർതൃപതിവ്രത, ഭ്രാന്തനായി തീർന്ന ഹരിയെ രക്ഷിക്കുവാൻ ശങ്കരനോടോതി ദേവകൾ ആർത്തരായി, ശംഭുവിൻ വാക്കിനാൽ വന്ദിച്ചു ഗൗരിയെ, അപ്പോൾ ശിവ നൽകി വിത്തുകൾ മൂവിധം. അപ്പോൾ ശിവ നൽകി വിത്തുകൾ മൂവിധം പാർവതിയാണ് കൊടുത്തത്. വൃന്ദയെ കത്തിച്ച ഭൂവിൽ വിതയ്ക്കുവാൻ നെല്ലി തുളസിയും മുല്ലയും നന്നായി ഭൂവിൽ വളർന്നുടൻ പൂജിച്ചു ദേവകൾ, അപ്പോൾ ഹരിഭ്രാന്തിൽ നിന്നും വിമുക്തനായി സ്വസ്ഥനായി രുദ്രനെ വാഴ്ത്തിയപ്പോൾ ഹരി കണ്ടു ശിവനെ ലഭിച്ചു സുദർശനം, കാൽവിരൽ കൊണ്ടു ജലത്തിലുണ്ടാക്കിയ കാൽചക്രം നൽകി ശംഭു വിനീതനായി. ശ്രീ ഗുരുവായൂരപ്പ. മഹാദേവി കൊടുത്തതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ പൂക്കളുടെ വർഗത്തിൽപ്പെട്ട നെല്ലി ആയാലും തുളസി ആയാലും മുല്ലയായാലും. നെല്ലി പക്ഷേ വളർന്നു നെല്ലിക്കയായിട്ട് മാറി. തുളസിയും മുല്ലയും തുളസി വൃക്ഷ രൂപത്തിലായി, പക്ഷേ വളരാതെ കണ്ട് ഇതിനൊരു കണക്കുണ്ട്, അതിൽ കൂടുതൽ വളരില്ല. പൂർണ്ണ വൃക്ഷരൂപമാണ്. നെല്ലി വളർന്ന് വലിയ മരമായി. തുളസി വൃക്ഷരൂപത്തിൽ വളരാതെ കണ്ട് ചെറിയ രൂപത്തിൽ നിന്നു മുല്ല എന്നുള്ളത് വള്ളിയായിട്ട് മാറി. 3 തരം വിത്ത്, 3 വിഭാഗത്തിൽപ്പെട്ട വിത്ത്. മൂന്നിൻ്റെയും പ്രത്യേകതകളും ഔഷധ ഗുണങ്ങളും ഒക്കെ എന്നും ഈ ലോകത്തിന് അലങ്കാരമായിട്ടായാലും ഔഷധമായിട്ടായാലും. നെല്ലിക്കയുടെ ഗുണം ഇനിയിപ്പോൾ എത്രയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ശരീരത്തിന് പുതു യൗവനം തരുന്ന പറയാം നെല്ലിക്ക കൊണ്ട്. ചവനപ്രാശം. അപ്പം അങ്ങനെയുള്ള ഈ ഭഗവാൻ വിഷ്ണുവാണ് നെല്ലിയിൽ ഇരിക്കുന്നത്. മുല്ലയിൽ പാർവതിയാണ് ഇരിക്കുന്നത്. തുളസിയിൽ ലക്ഷ്മിയാണ് ഇരിക്കുന്നത്. അതിബൃഹത്തായിട്ടുള്ളൊരു വിത്ത് ദാനമാണ് പാർവതിയാൽ ചെയ്യപ്പെട്ടത്. അതിബൃഹത്ത. അതിൻ്റെ ഒരു ഔഷധമൂല്യവും ഗുണഫലവും എത്രയാ ചോദിച്ചാൽ ശരിയാ. അതേപോലെ തന്നെയാണ് രക്ഷകൻ എന്ന നിലയ്ക്ക് കാലചക്രമായിട്ടുള്ള സുദർശന ചക്രത്തെ മഹാദേവൻ കൊടുത്തത്. വലിയ ലക്ഷ്മിക്കും മറ്റേ വിഷ്ണുവിനും കൊടുത്തതായിട്ടുള്ള ശിവപാർവതിമാരുടെ ഈ അനുഗ്രഹം അത് ലോകത്തിന് മുഴുവൻ ഹിതമായിട്ട് തീർന്നു. വളരെ ചുരുക്കിയിട്ടേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനും അത് അങ്ങനെ തന്നെ എഴുതിയല്ലോ എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ജലന്ധരനെ വധിക്കാനുള്ള സൂത്രത്തെ അവിടെ കൊടുത്തുകൊണ്ടാണ് മഹാദേവൻ പാർവതിയോടൊത്ത് ഈ വിഷ്ണുവും ദേവകളും ഒരുമിച്ചിരിക്കുമ്പോൾ ഋഷികൾ എല്ലാവരും ഉണ്ട് അവിടെ. നാരദണ്ട്, അഗസ്ത്യണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ അനുഗ്രഹിച്ചത്
അങ്ങനെയുള്ള ആ ഭഗവാൻ ഇനി ജലന്ധരനെ വധിക്കുന്നതായിട്ടുള്ള രംഗത്തേക്ക് കിടക്കാം. അത് നാളെ പാരായണം ചെയ്യാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഈ ശിവകഥാഭാഗങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരേ ഗുരുവായൂരപ്പ നാരായണ.